ഹലോ. അപ്പോൾ എന്നത്തെയും പോലെ നേരത്തെ എണീറ്റു. കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് ചോറെല്ലാം അവർക്ക് വേണ്ടി തയ്യാറാക്കി. ഞാനിതാ മോൾക്ക് പാൽ ചായയും ബിസ്ക്കറ്റും കൊടുത്തു. പിന്നെ ഞങ്ങൾക്കുള്ളതാ ദോശയും ചായയും പിന്നെ തലേ ദിവസമുള്ള ബീഫും ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയ മോൾക്ക് ലവ് യു ദോശയും ആട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആട് തത്തമ്മ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ദോശ ഉണ്ടാക്കി മോളെ വിളിക്കാൻ പോന്നു കേട്ടോ. അന്ന് വാങ്ങിയ കാറ്റസിൽ അതിനൊക്കെ കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കാണ് കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യണോണ്ടേ നീച്ചാൻ തന്നെ തോന്നുന്നുണ്ടല്ലോ. ആണെങ്കിൽ നോക്കി എത്ര വിളിച്ചിട്ടോളം നീച്ചിട്ടില്ല. നോളെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി പോകണം. അപ്പൊ നേരത്തെ പണിയൊക്കെ ഒരുക്കണം. ഐഷുമോൾ, ഐഷു നീച്ചിട്ടില്ല, മീറ്റിങ്ങിന് പോണ്ടേ? കണ്ട കാറ്റസിനെ വീടുന്നില്ല കേട്ടോ. അത്രക്കും ഇഷ്ടമായി വാങ്ങിയതാണത്. കുറെ കാലം പൂതി വെച്ചിട്ട് കിട്ടിയതാണ് ഇതിന്. ഐഷുമോൾ, ഐഷു ഐഷു ഇന്ന് പോണ്ടേ? മീറ്റിംഗ് ഇല്ലേ? ഐഷുമോളെ നീച്ച് മീറ്റിങ്ങിന് പോരണ്ടേ? ഞാനെപ്പച്ച പോരുന്നേ മീറ്റിങ്ങിന്? അപ്പോതാ ഞാൻ ഐഷുമാക്കുള്ള ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഒന്ന് ലവ് യു ദോശ, ഒന്ന് ആട് ദോശ. ലൈഷുവാ ഓളിന് ആട് ദോശ എന്നൊക്കെ പറഞ്ഞിട്ടോ. ആട് തത്തമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നിയ രീതിയിലാണ് ദോശ ഉണ്ടാക്കിയത്. ഏതൊക്കെയോ ഒരു കോലയിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഐഷമ്മാക്കുള്ള ചായയും ദോശയും റെഡി അല്ലേ? അപ്പോൾ ഏത് ദോശ ഐഷമ്മാക്ക് ഇഷ്ടമായിക്കണത്? രണ്ട് ദോശ ഇഷ്ടമായോ? നീ ഏതാ ഫസ്റ്റ് കഴിക്കണത്? ഫസ്റ്റ് ഏതാ? അതാ എന്നാ കഴിക്കാം നമുക്ക്. നോക്കാം, മീറ്റിങ്ങിന് പോണ്ടേ? നല്ല കുട്ടിയെ കണ്ട് കഴിച്ചാ ഒറ്റക്ക അതമ്മച്ചി വാരി തരിക? വാരി തരിക. എന്നാ വേഗം കഴിക്കാം, നമുക്ക് പോണം കേട്ടോ. അപ്പം മോള് സ്കൂൾക്കൊക്കെ പോയിട്ട് സ്കൂൾക്ക് പോയിങ്ങാണ്ട് ഓളെ മീറ്റിങ്ങിന് പോകണല്ലോ. അപ്പം പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വേണം പോവാൻ. അപ്പം ഞാൻ എന്താ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് എൻ്റെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ എനിക്ക് ഇന്നലെ ഒരു താത്ത അടുത്ത വീട്ടിലെ പറഞ്ഞാൽ കുറച്ച് പോകണം ഇങ്ങോട്ട് എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നത്. എന്താ മത്തൻ്റെ ഇല, നല്ല മത്തൻ്റെ ഇല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് മത്തൻ്റെ ഇല താളിക്കണത് കേട്ടോ. എന്താ മത്തൻ്റെ ഇല കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം ഞാനത് താളിക്കാമെന്നും കരുതി. പിന്നെ ഇതാ ഇന്നലെ മസാല കൂട്ടി വെച്ച മീനുണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അതും ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഐസ് പോവുകയാണെങ്കിൽ ഞാനത് പൊരിക്കും, അല്ലെങ്കിൽ ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നിട്ടുള്ളും പൊരിക്കാം. അപ്പോൾ ഇതാ മത്തൻ്റെ ഇല, എനിക്ക് ഇഷ്ടമാണ് മത്തൻ്റെ ഇല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തൻ്റെ ഇല താളിക്കണത്. എനിക്ക് ഇങ്ങനെ വീട്ടിലൊന്നുമില്ല, ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് വരുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് മത്തൻ്റെ ഇല ഒന്നും കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ മത്തൻ്റെ ഇല. അപ്പോഴത്തെ മത്തൻ്റെ ഇല ഞാൻ നല്ലപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകാണ്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചു. ഇത് ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ കാട്ടി നല്ലപോലെ ഓരോന്നും കേക്കെടുത്ത് വൃത്തിയാക്കിയിട്ട് എന്നാലും എനിക്ക് താളിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. എങ്ങനെ കിടക്കും പറയുന്നത് ഞാൻ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കേക്കിട്ടു. ചെറിയ ഇങ്ങനെ കുറുമ്പോളം കാട്ടുന്ന നല്ലപോലെ ഓളം ഞാൻ നല്ല വൃത്തിയിൽ കേക്കിട്ടു. സമാധാനത്തിൽ അത് കഴിക്കാൻ പറ്റുള്ളൂ. കേക്ക് അത് വൃത്തിയാക്കിയതാ ഇങ്ങനെ പിച്ചെടുത്തിക്കണം കേട്ടോ. ഫുള്ളായിട്ട് പിച്ചെടുത്ത് ചെറിയതായിട്ട് തന്നെ പിച്ചെടുത്തിട്ടുണ്ടോ. എന്നിട്ട് ഞാൻ അപ്പോൾ കറി ഉണ്ടാക്കാൻ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ എൻ്റെ മത്തൻ്റെ താളിപ്പ് അവിടെ റെഡി ആയും കൊണ്ട് നിൽക്കുകയാണ്. നല്ല പോലെ തിളക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും മത്തൻ്റെ താളിപ്പ് കൂട്ടാത്തവരുണ്ടോ? ഇതെന്താണെന്ന് അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ എന്നെപ്പോലെ മത്തൻ്റെ താളിപ്പ് ഇഷ്ടമുള്ളവർ ആരൊക്കെയുള്ളത് അത് പറയണം. പിന്നെ ഇതാ മീൻ ഇവിടെ പൊരിഞ്ഞും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് മറിച്ചിട്ടിട്ടില്ല, അങ്ങനെ പൊരിഞ്ഞും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ചോറ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.